ഹായ് നമസ്കാരം. ഏവർക്കും SHR ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം കണ്ണൂർ യൂണിവേഴ്സിറ്റി അലോട്ട്മെൻ്റ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഡൗട്ട് അഡ്മിഷൻ എടുക്കണോ വേണ്ടിയോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് രാവിലെ വരെ അലോട്ട്മെൻറ്റ് വന്നു, പക്ഷേ അലോട്ട്മെൻറ്റ് മെമ്മോ വന്നിട്ടില്ല. ഫീസ് അടക്കണ്ടേ, അങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ട്. അത് മുഴുവനായിട്ട് ഇപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ കൂടെ തീർക്കുകയാണ്. അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, അതിന് നിങ്ങൾക്ക് ഫീസ് അടച്ചിട്ടുണ്ടാവും. ആൾക്കാർ ഫീസ് അടച്ചിട്ടുണ്ടാവും. ഫീസ് അടച്ച ആൾക്കാർക്ക് മാത്രമേ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് ഫസ്റ്റ് കിട്ടിയതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഇതുവരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെലക്ഷൻ കിട്ടിയിട്ടില്ല, ഈ ഒരു അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ, മീൻസ് അലോട്ട്മെൻറ്റ് സെലക്ഷൻ കിട്ടിയതെങ്കിൽ നിങ്ങൾ 990 രൂപ അഡ്മിഷൻ ഫീസായിട്ട് ഓൺലൈനായിട്ട് അക്ഷയ സെൻറ്റർ വഴി അടക്കണം. അടച്ച് ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്, അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അതിൽ പറയുന്ന കോളേജിൽ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുക്കണം. നമ്മൾ +1 ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജാണെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ കട്ടായി പോകും. ഫീസ് അടച്ചു എന്നതിനെ കൊണ്ട് അത് നിലനിൽക്കണമെന്ന് ഇല്ല, അത് കട്ടായി പോകും. 30-ാം തീയതി വരെ ടൈമുണ്ട്. ഇന്ന് രാവിലത്തെ ടൈമിന് അലോട്ട്മെൻറ്റ് മെമ്മോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫീസ് അടച്ച ആൾക്കാർക്കും ഫീസ് അടക്കാത്ത ആൾക്കാർ, മീൻസ് കഴിഞ്ഞ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടി, ഈ അലോട്ട്മെൻറ്റ് ഒന്നുകിൽ അതേ കോളേജ് തന്നെ അല്ലെങ്കിൽ വേറെ കോളേജിലേക്ക് മാറി, പക്ഷേ ലോഗിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടിയിട്ടില്ല എന്നുള്ള ആൾക്കാർക്കും ഈ ഒരു ഇഷ്യൂ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിർബന്ധമായിട്ടും ഒന്നുകൂടി റീലോഗിൻ ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഉച്ചയ്ക്ക് 12:30 ശേഷമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ വെബ്സൈറ്റിൽ വന്നു തുടങ്ങിയത്. രാവിലത്തെ ടൈമിന് അത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ എടുക്കുക. അതിൽ പറയുന്ന കോളേജിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ SSLC ബുക്ക്, ആധാർ കാർഡ്, ABC ID അല്ലെങ്കിൽ ആധാർ ID, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, പിന്നെ +2 മാർക്ക് ലിസ്റ്റ്, +2 കിട്ടിയ TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, പിന്നെ എന്തെങ്കിലും ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ NSS, NCC തുടങ്ങിയ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അതിന് ഡീറ്റെയിലുള്ള സർട്ടിഫിക്കറ്റ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ്, NCC, SPC എന്നൊക്കെ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ സ്റ്റേറ്റ് ലെവലിലേക്ക് പോയിട്ടുള്ള ഫെസ്റ്റിവൽ, അതിൽ പിന്നെ സ്പോർട്സ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പോർട്സ് കോട്ടയിലൊക്കെ ആണെങ്കിൽ അതിൻ്റേതായ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും, അതെടുക്കണം. അക്ഷയ സെൻറ്ററിൽ നിന്ന് നിങ്ങൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് അതിൻ്റെ ആപ്ലിക്കേഷൻ നീക്കുക. നോൺ ക്രിമിലെയർ, കാസ്റ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, പിന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. ഓക്കെ, കാസ്റ്റ്, നോൺ ക്രിമിലെയർ, വരുമാന സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ള നേറ്റിവിറ്റി തെളിയിക്കുന്ന രേഖ എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതിയാവും. ഓക്കെ, SSLC ബുക്കിൽ, കേരള സിലബസ് SSLC ബുക്കിൽ പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അതും മതിയാവും. പക്ഷെ എന്നിരുന്നാലും ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചെയ്തു വെക്കും നന്നായിരിക്കും. കാരണം വെച്ചാൽ ചില കോളേജിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. ഇന്ന് പോയ ആൾക്കാരിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞില്ല, ലാസ്റ്റ് ടൈമിന് പോയ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ടും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൂടി ചെയ്തു വെക്കാൻ നല്ലതായിരിക്കും. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അൺലിമിറ്റഡ് കാലാവധിയാണ്. ഒരു തവണ ചെയ്താൽ പിന്നെ അഡ്രസ്സോ മറ്റോ മാറുന്നുണ്ടെങ്കിൽ മാത്രമേ മാറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ അത് തന്നെ ലൈഫ് ലോങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒറ്റ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടാണ്, വിശദീകരിച്ച് പറയാതെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ അഡ്മിഷൻ നഷ്ടപ്പെടാതിരിക്കുക. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് സെലക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അഡ്മിഷൻ ഫീസ് അടച്ച് അഡ്മിഷൻ ഫീസ് റെസീറ്റും പ്ലസ് അലോട്ട്മെൻറ്റ് മെമ്മോയും കൂടി ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതല്ല, കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടി, എന്നിട്ട് എന്തായി, ഈ അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് അതേ ഓപ്ഷനെ വന്നു, അല്ലെങ്കിൽ ഓപ്ഷൻ ചേഞ്ച് ആയി എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അലോട്ട്മെൻറ്റ് മെമ്മോ വന്നിട്ടുണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്ത് അതിലുള്ള കോളേജിലേക്ക് പോവുക. 30-ാം തീയതി വൈകുന്നേരം വരെയാണ് അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ടൈം എന്നുള്ളത്. അതുകൊണ്ട് ടെൻഷനില്ല, തിരക്കാക്കരുത്. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ, അവരവർ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ അഡ്മിഷൻ കിട്ടട്ടെ. നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും നമ്മളെല്ലാവരും, അക്ഷയ കൂട്ടുകാർ. ഓക്കെ.